ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഇവിടെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ചൂടൊക്കെ കാരണം അപ്പോൾ ജസ്റ്റ് അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഹെയറിൻ്റെ ഫ്രിഡ്ജാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12,500 ആണ് ഈ ഒരു ഫ്രിഡ്ജിന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഇന്നാണ് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് വളരെ നല്ലതാണ്. അത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന സൈസ് ക്യാമറ ലെവൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫീച്ചേഴ്സ് വരുന്നത് ഇതിൽ പറയുന്നത് പോലെ 2 സ്റ്റാറാണ് ഫ്രിഡ്ജ് വരുന്നത്. അതുപോലെ ഡയമണ്ട് എഡ്ജ് ഫ്രീസിങ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കൂളിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസിങ് ടെക്നോളജി എന്ന് പറയുന്നത് ഇതിനകത്ത് ഫ്രീസറിന് അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീസറിനകത്ത് ഡയമണ്ട് എഡ്ജാണ് ഉള്ളത്. ആ ഒരു ടെക്നോളജിയാണ് ഇവർ കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷനാണ്. അതായത് സ്റ്റെബിലൈസർ ഇല്ല തന്നെ ഇതിന്. അതുപോലെ തന്നെ സ്റ്റെബിലൈസർ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹോം ഇൻവെർട്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. 10 years വാറൻറ്റിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എത്രമാത്രം സ്പേഷ്യസ് ആണെന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളധികം ഐറ്റംസ് ഒന്നും ഇതിൽ സ്റ്റോർ ചെയ്തിട്ടില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതാണ് ഫ്രീസർ വരുന്നത്. ഇതാണ് ഫ്രീസർ. ഒരു ഐസ് ട്രേ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ബട്ടൺ കാണാം, ഡീഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അതായത് ഇപ്പോൾ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ഐസ് കണ്ടല്ലോ, ഐസ് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളത് മാനുവലി നമ്മളിപ്പോൾ എന്തെങ്കിലും മൂർച്ചയുള്ള എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് കുത്തി കളയുന്നതിനെക്കാട്ടും ബെസ്റ്റ് ഡീഫ്രോസ്റ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് മാനുവലി അത് പൊക്കോളും. അതുപോലെ തന്നെ ഇത്രയും ഒരു 2 ട്രേസ് ആണ് ഇതിനകത്തുള്ള. ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ചെറിയൊരു ട്രേയും കൂടി ഉണ്ട്, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ട്രേ. അതുപോലെ തന്നെ ഇതിനകം ഒരു ഫ്രഷ് ബോക്സ് വെജിറ്റബിൾസൊക്കെ ഇടാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇത്രയും ഐറ്റംസൊക്കെ ഇതിനകത്ത്. ഡോറും അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. നമുക്ക് എഗ്ഗ് വയ്ക്കാനുള്ള ട്രേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറിൽ തന്നെ ഒരു 4 ട്രേസ് ആണ്, 4 സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. ഇതുപോലെ ബോട്ടിൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്പേഷ്യസ് ആണ് ഈ ഫ്രിഡ്ജിൽ കാണുന്നത്. നമ്മൾ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രിഡ്ജ് തന്നെയാണ്. അത്യാവശ്യം, അതായത് ഒരു 4 മെമ്പർ ഫാമിലിക്കൊക്കെ ഒരുവിധം എന്താ പറയുക, ഒത്തിരി അത്യാവശ്യം ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,500 ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിലും കുറഞ്ഞ റേഞ്ചിലുള്ള ഫ്രിഡ്ജസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹയർ കമ്പനി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ആ കമ്പനിയിലെ ഏറ്റവും കുറഞ്ഞ ഒരു പ്രൈസിന് വരുന്ന ഒരു ഫ്രിഡ്ജാണിത്. അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക, വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് കപ്പാസിറ്റി, വർക്കിംഗ് കണ്ടീഷനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ്, വീണ്ടും വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.